ഇവരെല്ലാം അവിടെ ഭയങ്കര ട്രാപ്ഡായിരിക്കും, ലവ് ട്രാപ്പിലായിരിക്കും. ഇങ്ങനെയുള്ള വ്യക്തികളോട് നമ്മളിത് ഇവരുടെ ലൈഫ് പാർട്ട്ണർ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ അവരിവരുടെ ശത്രുക്കളായിട്ട് മാറുക ചെയ്യും. അവരത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും സമ്മതിക്കാറില്ല. ഒരു ഫ്രണ്ട്സ് ഉണ്ടാവില്ല, ഒരു ഫാമിലി ഉണ്ടാവില്ല, ഒള്ളി ഈ ഒരു പേഴ്സൺ മാത്രമായിരിക്കും. ഒരുപാട് വേദനകളെ അങ്ങനെ റിലീസ് ചെയ്യുക. ഉണ്ണുന്നതും ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം കുറേ കുറ്റബോധത്തിലും വേദനയിലും. ശരിക്കും സന്തോഷം എന്നാന്നറിയില്ല. ശരിക്കും അവരുടെ ജീവിതം ഒരു നരകവും തന്നെ നമുക്ക് പറയാം. അവർക്ക് തന്നെ ഈ ഒരു 200 താഴെയുള്ള ആളുകൾക്ക് തന്നെ മേലോട്ട് കയറി വരിക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായിട്ടൊരവസ്ഥയാണ്. ഷെയിം, ഗിൽറ്റ്, ഫിയർ, അപ്പം ഇതിലൊക്കെ ജീവിക്കുന്ന ആളുകൾ. There are people who can't cry. ഒന്ന് ഭയങ്കര വിഷമം വരുന്നുണ്ടെങ്കിൽ കരയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്തരം ആൾക്കാർ വരികയാണെങ്കിൽ എന്താ ചെയ്യുക? ഫ്രീസ് അവസ്ഥയിലുള്ള നമ്മുടെ ബ്രെയിന് ചിലര് പറയും അത് മടിയാണ്, ഇല്ലല്ല മടിയാണെന്നാണ് നമ്മൾ അതിനെ കാണുന്നത്. മടിയായിട്ട് കാണും. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഒരു ഫീലിംഗും ഇല്ല. ബ്രെയിനിന്റെ ആകെയുള്ളൊരു റോളെന്ന് പറയുന്നത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ സക്സസ്സോ നമ്മളുടെ ഗ്രോത്തോ ഒന്നും ബ്രെയിന് മാറ്ററില്ല. ബ്രെയിൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് ഇറ്റ് സേഫ് ഓർ അൺസേഫ്? ഒറ്റ ചോദ്യമേ ഉള്ളൂ. എന്തും ഇത് സേഫ് ആണോ, സേഫ് ആണെ പ്രോസസ്സ് ചെയ്യും, അൺസേഫ് ആണെങ്കിൽ. കാരണം 30 വയസ്സുള്ള ഒരു സ്ത്രീയാണ് 30 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്ത തോട്ട് പാറ്റേൺ ആയിരിക്കും ഉള്ളത്. അവിടുന്ന് നമ്മൾ അതിനെ മാറ്റി എഴുതണമെങ്കിൽ നമ്മൾ അതേ കൺസിസ്റ്റൻസിയിൽ അതേ തീവ്രതയിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്തല്ലേ പറ്റുള്ളൂ. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുകയല്ലേ, എന്തായും ടേബിളുകളൊക്കെ പറഞ്ഞു പഠിക്കില്ലേ. അപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യും. അതുപോലല്ലേ ചില പാട്ടുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. സോ ഇത്രയും നാളെ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണമെങ്കിൽ അത് കോൺഷ്യസ് ആയിട്ട് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ പല ടെക്നിക്കുകളും പറഞ്ഞു കൊടുക്കും. അത് ടെക്നിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഡിസ്റ്റർബൻസ് ആകാത്ത രീതിയിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് ഈ റീറൈറ്റിംഗ് നടക്കേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവരത് ചെയ്താലേ അത് പറ്റുള്ളൂ. അപ്പോൾ ഒരു 30 വർഷത്തെ ഇതുപോലെ ഒരു തോട്ട് പ്രോസസ്സിൽ വരുന്ന ഒരാളെ തിരിച്ച് ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ എത്ര നാളെടുക്കും? നമ്മൾ ഒരു ഹാബിറ്റ് ഉണ്ടാകാൻ എത്ര നാൾ വേണം? 21 days? ഇല്ല, അങ്ങനെ നമ്മൾ പറയുന്നത്. ഞാൻ പറയും ഒരു 90 days വേണമെന്ന് പറയും. നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം കൺസിസ്റ്റൻ്റ് നിലനിൽക്കണമെങ്കിൽ. കാരണം മനസ്സിലാക്കി ആ സ്ട്രീമിലേക്ക് വരാനൊരു സമയമുണ്ട്. നമ്മൾ ഫസ്റ്റ് ഡേയിൽ തുടങ്ങുകയല്ലോ. ഇതെനിക്ക് വേണ്ടതാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊരു അവെയർനെസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ അവെയർനെസ് ഇല്ലെങ്കിൽ എന്നാണെന്നറിയുമോ, നമ്മളെല്ലാം മാറും, പക്ഷെ വീണ്ടും പഴയതുപോലെ നമ്മൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യും. അത് അവെയർനെസ്സിലെത്തി ഓരോരുത്തർക്കും ഇപ്പം എല്ലാവർക്കും ഒന്നും സ്യൂട്ടാകില്ല. ഇപ്പം ഞാൻ അഡോപ്റ്റ് ചെയ്യുന്ന ടെക്നിക്ക് ആയിരിക്കില്ല ചിലപ്പം വേറൊരാൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അവനവന് സ്യൂട്ടാകുന്നത് നമ്മൾ കണ്ടെത്തി അതിൽ നമ്മൾ സിങ്കായി അത് പ്രാക്ടീസ് ചെയ്ത് നമ്മളൊരു മിനിമം ഒരു പർട്ടിക്കുലർ ഡേയ്സിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് അത് നമ്മുടെ ഭാഗമായിട്ട് മാറുന്നത്. എന്തും നമ്മളായിട്ട് മാറിയാലേ ലൈഫിൽ നിലനിൽക്കത്തുള്ളൂ. നമ്മൾ ഈ പുറത്തുനിന്ന് എടുക്കുന്നതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മടുക്കും. എത്ര നല്ലതാന്ന് പറഞ്ഞാലും നമ്മൾ ഈ കടമെടുക്കുന്നത് വല്ലയിടത്തുനിന്ന് സ്വീകരിക്കുന്നതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുപ്പാവും. പക്ഷെ നമ്മളുടേതാണെങ്കിലോ നമ്മൾ തന്നെയാണെങ്കിലോ അത് നമ്മൾ നിലനിൽക്കും. ഞാൻ അതുകൊണ്ട് എപ്പോഴും പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ പുതിയ ഒരാളായിട്ട് മാറുക എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഇന്ന് വരെയുള്ള എന്നെ മാറ്റിയിട്ട് ഞാൻ കംപ്ലീറ്റ്ലി ടോട്ടലി പുതിയ ഒരാളായിട്ട് മാറുക. ഞാൻ ഒരിക്കലും പറയാം അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളൊരാളുണ്ട്, ഈ നമ്മളിൽ നമുക്ക് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ വളർത്തി വെച്ചിട്ടുണ്ട്, അതിനെയാണ് മാറ്റേണ്ടത്. ഈ വേണ്ടാത്തതിനെ വേണ്ടിയതാക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത്. കംപ്ലീറ്റ് പുറത്തുനിന്ന് നമ്മളെല്ലാം എടുത്തുകൊണ്ട് വരുന്നതിന് പകരം എനിക്ക് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ ഞാൻ വെച്ചിരിക്കും. ഞാൻ പറയും എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നൊരു വിശ്വാസം എന്നിലുണ്ടാവും. ഞാൻ ചെയ്യുന്നതിനൊന്നും തൃപ്തിയില്ല, അല്ലെങ്കിൽ തികയുന്നില്ല. എന്നിലേക്ക് വരുന്ന ആളുകളെല്ലാം കുറച്ച് കഴിയുമ്പോൾ എന്നെ ഇട്ടിട്ട് പോയി എന്നെ ചതിക്കും, അല്ലെങ്കിൽ എന്നെ ബാക്ക് ഫയർ ചെയ്യും. ഇങ്ങനെ കുറേ വിശ്വാസങ്ങൾ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ ഞാൻ എന്ത് ചെയ്താലും അത് സക്സസ് ആകില്ല, അവസാന നിമിഷമായാലും അത് പൊട്ടും. ഇങ്ങനെ കുറേ എനിക്ക് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ ഞാൻ എന്നെ വളർത്തി വെച്ചിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത്. അത് മാറ്റണമെങ്കിൽ അത് എവിടുന്ന് വന്നതാണെന്ന് നമുക്കറിയണം. ഞാനത് എവിടുന്ന് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്, എവിടുന്ന് വന്നതാണെന്ന് അറിയണം. ആരുടെയോ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്, ആരുടെയോ കാഴ്ചപ്പെടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പറയുന്ന ഒരു ഡയലോഗ് പോരെ നമ്മുടെ ഒരു ദിവസം നഷ്ടപ്പെടാൻ. മതി.
അവിടെ തിരിച്ചറിവ് മതി. അത് അവരുടെ കാഴ്ചപ്പാട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അവർ കാണുന്ന ലെൻസിലൂടെ കാണുന്നതുകൊണ്ടാണ്, അത് അവരുടെ കാഴ്ചപ്പാട് മാത്രമാണ്. ഇറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ നമ്മൾക്കത് ആ ഒരു ബുദ്ധിമുട്ട് വരുമോ? ഇപ്പം ഞാൻ വെച്ചിരിക്കുന്ന സ്പെക്സിലൂടെയാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ പറയുന്നതൊക്കെ എൻ്റെ മാത്രം കുഴപ്പമാണ് ഇല്ലേ? അതുകൊണ്ട് ഈ എൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നവരുടെ എല്ലാ കാഴ്ചപ്പാടും ഞാൻ എൻ്റെതായിട്ട് എടുക്കണോ? വേണ്ട. അവരുടെ സ്പെക്സ് മാറ്റേണ്ടത് അവരാണെങ്കിൽ അത് അവരുടെ വിഷയമല്ലേ. ഞാൻ എന്തിനാ എൻ്റെ ഒരു ദിവസം കളയുന്നത്? അത് തന്നെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കുറെ പേര് ഷെയർ ചെയ്ത് കണ്ടതാണ്. ഒരു തെറാപ്പിസ്റ്റ് പറയുന്നു, വിക്ടിംസ് എന്നെ കാണാൻ വരാറില്ല, ഒരു എന്താണ് തെറാപ്പി വേണ്ട ആൾക്കാർ എന്നെ കാണാൻ വരാറില്ല, അവരുടെ വിക്ടിംസ് ആണ് ഞങ്ങളെ കാണാൻ വരാറുള്ളതെന്ന്. അവിടെയാണത്. കാരണം ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള പാർട്ട്നേഴ്സ്, നാർസിസ്റ്റ് ഒക്കെ ഉള്ളവരുടെ അവരാണ് ഈ വിക്ടിംഹുഡിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നത്. കാരണം അവരുടെ ഉള്ളിൽ കിടക്കുന്നത് മുഴുവനാണ് അവർ കാണിച്ച് എക്സ്പ്രസ് ചെയ്യുകയും പറയുകയും ചെയ്യുന്നത്. അത് തിരിച്ചറിവില്ലെങ്കിൽ എതിരെ നിൽക്കുന്ന ആൾ അത് മുഴുവൻ അവരുടേതായിട്ട് എടുത്ത് ജീവിതം തന്നെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒത്തിരി പേരെൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞും തിരിച്ചറിയാതെയും വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരം നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ വന്നാൽ അവരെ ഹീൽ ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുമ്പോൾ ബ്രേക്കപ്പ് ആകണമെന്ന് പറയും. അവരൊരിക്കലും വരാറില്ലല്ലോ, അവരുടെ പാർട്ട്നേഴ്സ് വരുമ്പോ നിങ്ങളുടെ പാർട്ട്ണർ ഇത്തരത്തിലുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുമോ? തീർച്ചയായിട്ടും അവരുടെ തീരുമാനമല്ലേ, ഓരോരുത്തരുടെ ലൈഫും അവരുടെ ചോയ്സാണ്. ഇതിലെ ഒരു ഡിഫറെന്റ് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരെല്ലാം അവിടെ ഭയങ്കര ട്രാപ്ഡായിരിക്കും, ലവ് ട്രാപ്പിലായിരിക്കും. ഇവരെ കാണിച്ചു കഴിയുമ്പം അധികപക്ഷവും ആൾക്കാര് ഇവര് നഷ്ടപ്പെടും, അല്ലെ ഇവര് തിരിച്ചു വരുന്നത് ഇവരുടെ കാല വീഴാനും, അല്ലെ ഒരു പീരീഡ് ഭയങ്കര സ്നേഹം കാണിക്കും, ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ വാങ്ങിക്കൊടുക്കും. പുറത്ത് നോക്കുന്നവർക്ക് ഇത്രയും നല്ലൊരു പാർട്ട്ണർ ഈ ലോകത്തുണ്ടാവില്ല. അതേപോലെ ഇവരെപ്പോഴും ഒരു കുറ്റബോധത്തിലായിരിക്കും ഈ ലൈഫ് പാർട്ട്നേഴ്സ് ജീവിക്കുന്നത്. കാരണം അവരങ്ങനെയാണ്, നീ ഇത് കേൾക്കാൻ നീ അർഹന, നിന്റെ തെറ്റുകൊണ്ടാണ് ഞാൻ വഴക്ക് പറയുന്നത്, നിന്റെ തെറ്റുകൊണ്ടാണ് ഞാൻ നിന്നെ അടിക്കുന്നത്, നീയാണ് ഇവിടെ തെറ്റ് ചെയ്തത്, നീയാണ് എന്നെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ച്. എപ്പോഴും ഇവർ ഈ കുറ്റബോധത്തിലേക്ക്, ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ തന്നെ പാടാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള വ്യക്തികളോട് ഇവരുടെ ലൈഫ് പാർട്ട്ണർ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ അവരുടെ ശത്രുക്കളായിട്ട് മാറുക ചെയ്യുന്നത്. അവരത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും സമ്മതിക്കാറില്ല. ശരിക്കും ഇങ്ങനെയുള്ളവര് കുടുംബത്തിൽ നിന്നൊക്കെ ഒത്തിരി ഡിറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും വെച്ചിരിക്കുന്നത്. എല്ലാവരിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിരിക്കും. ഒരു ഫ്രണ്ട്സ് ഉണ്ടാവില്ല, ഒരു ഫാമിലി ഉണ്ടാവില്ല, ഒൺലി ഈ ഒരു പേഴ്സൺ മാത്രമായിരിക്കും. ഇത് ഒരു പീരീഡ് ഇവരുടെ ഈ ടോർച്ചർ എല്ലാം, പിന്നെ ഒരു പീരീഡ് ഇതില്ലാത്ത ആളുകളും ഉണ്ട് കേട്ടോ, ഇതിന് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ നോർമലി നമ്മൾ കണ്ടുവരുന്നത് ഈ ഒരു രീതിയിലാണ്. അവർക്ക് അതുകൊണ്ട് സ്വയമായിട്ട് ഇവർക്ക് കുറ്റബോധം തിരിച്ച് ഇത്രയും സ്നേഹമുള്ള ഒരു മനുഷ്യനെ പറ്റി ഞാൻ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഇത്രയും സ്നേഹമുള്ള ഒരു ഭാര്യയെ പറ്റി ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു എന്നൊരു കുറ്റബോധമാണ്. ഞാൻ പോയാൽ അവർക്ക് ആരുമില്ല, അവരത് തീർന്നു എന്നുള്ളത് ഇവരെ പഠിപ്പിച്ച് വെച്ചിരിക്കും. നിങ്ങളില്ലെങ്കിൽ ഞാൻ ഇല്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ കുറേ സൈക്കോളജിക്കൽ ഡ്രാമകളൊക്കെ ഇതിന്റെ പുറകിലുണ്ട്. ഇതുപോലെയാണ് ഈ റിലേഷൻഷിപ്പിലെ ചീറ്റിംഗ്. ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ചീറ്റ് ചെയ്തത് ഭാര്യ കണ്ടുപിടിക്കുകയാണെങ്കിൽ നീ കാരണമല്ലേ ഞാൻ പോയത് എന്ന് ചോദിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഭാര്യയാണേലും ഹസ്ബൻഡ് ആണേലും സമൂഹം എന്നൊരു ഫാക്ടറുണ്ട്, കുഞ്ഞുങ്ങൾ എന്നൊരു ഫാക്ടറുണ്ട്, എൻ്റെ കഴിവുകേടാണെന്നൊരു ഫാക്ടറുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിൽ എൻ്റെ കുറവ് കൊണ്ടാണ് ഇവരിങ്ങനെ കാണിച്ചെന്ന് സ്വയം വിശ്വസിച്ച് ഒരുപാട് വേദനിക്കുന്ന ഇവർക്കൊക്കെ ശരിക്കും ആദ്യം വേണ്ടത് അവയർനെസ്സാണ്. സെൽഫ് ലവ്, ഫോർഗീവ്നെസ്, ഇതൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ശേഷമാണ് ഒരു തീരുമാനം. അതെ, ഇവർക്ക് ഹീലിംഗ് ആണ് ശരിക്കും വേണ്ടത്. ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ മാജിക്കുകളൊന്നുമല്ല. ഇവരുടെ ഉള്ളിൽ ഇവർ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരുപാട് വേദനകളെ ആദ്യം റിലീസ് ചെയ്യുക. ഉണ്ണുന്നതും ഉറങ്ങുന്നതും എഴുന്നേക്കുന്നതും എല്ലാം കുറേ കുറ്റബോധത്തിലും വേദനയിലും. ശരിക്കും സന്തോഷം എന്നാന്നറിയില്ല, അത് മറന്നേ പോയി. അങ്ങനെ ഒരു കാര്യം ഉണ്ടോ എന്ന് സംശയിക്കുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾ, സെൽഫ് ബ്ലെയിമിങ് ഒരുപാട് ചെയ്യുന്ന ആൾക്കാർ, ഗിൽറ്റ് ഫീലിംഗിൽ ജീവിക്കുന്ന, ഞാൻ തന്നെ ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകളുണ്ട്. ആക്ച്വലി നമ്മളുടെ മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്സിൽ പറഞ്ഞു തരുന്നുണ്ട്, ഓരോ വ്യക്തികളും ആയിരിക്കുന്ന ഒരു 17 തലങ്ങൾ, ഫ്രീക്വൻസി ലെവൽ. അതിലൊരു കറേജ് എന്ന് പറയുന്ന ഒരു 200 ആണ്. അതിന് താഴോട്ടുള്ളതൊക്കെ വളരെ മോശമായ അവസ്ഥയിൽ ആളുകൾ ജീവിക്കുന്നതാണ്. ശരിക്കും അവരുടെ ജീവിതം ഒരു നരകവും തന്നെ നമുക്ക് പറയാം. അവർക്ക് തന്നെ ഈ ഒരു 200 താഴെയുള്ള ആളുകൾക്ക് തന്നെ മേലോട്ട് കയറി വരിക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായിട്ടൊരവസ്ഥയാണ്.
അവർക്ക് എല്ലാത്തിനോടും ഒരു വെറുപ്പും നിരാശയും, എന്താ ദൈവം പോലും എന്നെ കൈവിട്ടു, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ നരകിക്കാനായിട്ട് എൻ്റെ തലവിധി എന്നൊക്കെ പറഞ്ഞ് ദുരിതം, ജീവിതം എന്ന് പറഞ്ഞാൽ ദുരിതം എന്ന് പറയുന്ന അവസ്ഥയിൽ ജീവിക്കുന്നവരാണ് ഈ ഒരു 200 ഫ്രീക്വൻസിക്ക് താഴെയുള്ള ഷെയിം, ഗിൽറ്റ്, ഫിയർ, അപ്പം ഇതിലൊക്കെ ജീവിക്കുന്ന ആളുകൾ. ഇത് നോക്കിക്കഴിഞ്ഞാൽ പലർക്കും പല റേഞ്ചിലായിരിക്കും ഇതൊക്കെ ഇരിക്കുന്നത്. പക്ഷെ എല്ലാം കാണും. കുറേ ഗിൽറ്റ് കാണും, കുറേ ഷെയിം കാണും, കുറേ ഫിയർ കാണും, പലതരം ഫിയർ കാണും. തന്നെ മുന്നോട്ട് പോകാനായിട്ടുള്ള ഇവരുടെ ഉള്ളിലൊക്കെ ഉള്ള ആ ഒരു നമുക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഊർജം അണഞ്ഞു കിടക്കുകയാണ്. ഈ നനുത്ത് കിടക്കുക, അല്ല തണുത്ത് കിടക്കുക എന്ന് പറയല്ലേ. ഒരു കറേജിന് മേളിൽ വന്നാലേ നമുക്ക് തനിയെ പോകാനുള്ള ആ ഒരു ചൂട് അവർക്ക് കിട്ടുള്ളൂ. അതിന് താഴെയെല്ലാം അവർക്ക് ശരിക്കും എക്സ്റ്റേണൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെന്തെങ്കിലും ഒന്ന് രക്ഷപ്പെടാനായിട്ട് വരുന്ന സമയത്ത് എല്ലാം കൂടെ പിടിച്ചവരെ വീണ്ടും ആ ചെളിയിലോട്ട് താത്തിരും. ഇതാണ് അവരുടെ ലൈഫിൽ നടക്കുന്നത് എപ്പോഴും. അതെ. അപ്പോൾ ദർ ആർ പീപ്പിൾ ഹു കാൺ ക്രൈ. ഒന്ന് ഭയങ്കര വിഷമം വരുന്നുണ്ടെങ്കിലും കരയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്തരം ആൾക്കാർ വരികയാണെങ്കിൽ എന്താ ചെയ്യുക? ഫ്രീസ് അവസ്ഥയിലുള്ള നമ്മുടെ ബ്രെയിന് നമ്മളൊരു ത്രെട്ടിൽ വരുമ്പോൾ 3 രീതിയിലാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്. ഫൈറ്റ്, ഫ്ലൈറ്റ്, ഫ്രീസ് എന്ന് പറയും. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദേഷ്യം, ഇറിറ്റേഷൻ, അങ്ങനെ പോരടിച്ച് ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എസ്കേപ്പിസം, അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ള ഒരിത്. ഫ്രീസ് എന്ന് പറഞ്ഞ ഒരുതരം മരവിച്ച അവസ്ഥയാണ്. അവർക്ക് ഒരു ഫീലിങ്ങും ഉണ്ടാവില്ല, ഒന്നും ചെയ്യാൻ തോന്നില്ല. അങ്ങനെയുള്ള ക്ലയൻസ് എനിക്ക് വരാറുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് എൻ്റെ അടുത്ത് വന്ന പലരും ആഴ്ചകളോളം ചിലപ്പം ഒന്നും നിർവികാരത മാത്രമാണ്, അവർക്ക് ഒന്നും ചെയ്യാൻ തോന്നാറില്ല എന്ന് പറയാറുണ്ട്. ഇതെല്ലാം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സിസ്റ്റം. ഇങ്ങനെയാണ് ഒരു മനുഷ്യന്റെ സിസ്റ്റം ഫങ്ഷൻ ആകുന്നത്. ചിലര് പറയും അത് മടിയാണെന്ന്. മടിയാണെന്നാണ് നമ്മൾ അതിനെ കാണുന്നത്, മടിയായിട്ട് കാണും. പക്ഷെ അതല്ല എന്നുള്ളത് നമ്മുടെ അടുത്ത് വരുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. ഇവർ വരുന്നത് മടിയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ചിന്ത പോലും ഇല്ല, ഭയങ്കര എന്നെ ഫ്രീസ് അവസ്ഥയിലെന്ന് നമുക്ക് പറയാം. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഒരു ഫീലിങ്ങും ഇല്ല, അങ്ങനെ വരുന്ന ആളുകളുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് വേണ്ടത് ഈ എമോഷൻസ് റിലീസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ബേസിക് ലെവല്. അപ്പോൾ ഈ മനുഷ്യർ, ദേഷ്യമുള്ള മനുഷ്യർ അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യുന്ന മനുഷ്യർ എന്നൊന്നില്ല, ഇതെല്ലാം ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് സംഭവിക്കുന്നതാണ്. സിറ്റുവേഷൻ അല്ല, നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ബ്രെയിനിന്റെ ആകെയുള്ളൊരു റോളെന്ന് പറയുന്നത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ സക്സസ്സോ നമ്മളുടെ ഗ്രോത്തോ ഒന്നും ബ്രെയിന് മാറ്റർ ഇല്ല. ശരിക്കും ആദിമ മനുഷ്യരെ കണ്ടിട്ടില്ലേ, ഫുഡ് കഴിച്ചിട്ട് എവിടെയെങ്കിലും മേളിൽ കയറിയിരുന്നുകൊണ്ട് ശത്രുക്കൾ വരുന്നുണ്ടോ, അപകടം വരുന്നുണ്ടോ എന്നിങ്ങനെ വീക്ഷിക്കുകയാണ്. അവിടുന്ന് വന്നതാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ തോട്ടുകൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബ്രെയിൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് ഇറ്റ് സേഫ് ഓർ അൺസേഫ്, ഒറ്റ ചോദ്യമേ ഉള്ളൂ. എന്തും ഇത് സേഫ് ആണോ, സേഫ് ആണെങ്കിൽ പ്രോസസ്സ് ചെയ്യും, അൺസേഫ് ആണെങ്കിൽ റെസിസ്റ്റ് ചെയ്യും. ബ്രെയിൻ റെസിസ്റ്റ് ചെയ്യുന്നതിന് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതാണ് ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പലതരം റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ഈ മോഡൽസ് ഞാൻ പറഞ്ഞില്ല, മെത്തേഡ് ഫൈറ്റ്, ഫ്ലൈറ്റ്, ഫ്രീസ് എന്നൊക്കെ പറയുന്നതും ബ്രെയിൻ ഓരോ സിറ്റുവേഷനും റെസിസ്റ്റ് ചെയ്യുന്നതാണ്, അല്ലെ അവിടെ റിയാക്ട് ചെയ്യുന്ന മെത്തേഡാണ് ആ പറയുന്നത്. ഈ മെത്തേഡ് ഉപയോഗിച്ച് ഇത് നമ്മുടെ ഹ്യൂമൻ സിസ്റ്റം ഇങ്ങനെയാണ് ഫങ്ഷൻ ആകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തെ കാമാക്കണം. പക്ഷെ നമ്മൾ ഇതിനെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കണമെന്ന് പറയുന്നത് ഇവിടാണ് ഇത് പോയിന്റ്. കാരണം പലപ്പോഴും പല മൊഡാലിറ്റീസ് ഉപയോഗിച്ചിട്ടും സക്സസ് ആകുന്നില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്, അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യാത്തതുകൊണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ വലിയ പ്രശ്നത്തിൽ നിൽക്കുന്നു, ഞാനൊരു വിഷ്വലൈസേഷൻ ചെയ്തു, ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടും, അത് കഴിയുമ്പോൾ പിന്നെ അത് വർക്ക് ചെയ്യത്തില്ല. കാരണം പ്രശ്നങ്ങളെല്ലാം അതുപോലെ തന്നെ അവിടെ നിൽക്കുകയാണ്. നമ്മൾ എന്തും ഫങ്ഷൻ ആകണമെങ്കിൽ നമ്മൾ ഈ അടിസ്ഥാനത്തിൽ ബേസിക് ആയിട്ടുള്ള ഈ കാര്യത്തിൽ നമ്മൾ റെഗുലേറ്റ് ചെയ്തിട്ട്, നോർമലൈസ് ചെയ്തിട്ട്, സ്റ്റെബിലൈസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വെറുതെ ഒരു വീട് കെട്ടുമ്പോൾ അടിത്തറ നന്നാകണമെന്ന്, അല്ലാത്ത പക്ഷം അത് തീർച്ചയായിട്ടും തകർന്ന് താഴെ വീഴുക തന്നെ ചെയ്യും. സോ ബേസിക് ലെയറുകളിൽ നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതെ. അപ്പോൾ എല്ലാ മനുഷ്യരുടെ ഒരു ബേസിക് സ്റ്റഡി ലെവൽ, അതായത് ഒരു സ്കില്ല് പഠിക്കുന്നത് പോലെ ലൈഫിനെ എങ്ങനെ മോഡുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നതിനെ പറ്റിയും പഠിക്കണം, ഒരു ബേസിക് ലൈഫ് സ്കില്ലായിട്ട്. തീർച്ചയായിട്ടും വേണം. കാരണം ഈച്ച് ഹ്യൂമൻ ബീങ്സ് ആർ യുണീക്ക് എന്ന് പറയും. യുണീക്കാലിറ്റി ഉണ്ട് എല്ലാവർക്കും. കാരണം നമ്മുടെ ഇഷ്ടങ്ങൾ യുണീക്കാണ്, നമ്മുടെ സ്കില്ലുകൾ യുണീക്കാണ്. പക്ഷേ എല്ലാ മനുഷ്യരും ബേസിക്കലി ഫങ്ഷൻ ആകുന്നത് ഒരേ തരത്തിലാണ്.